الحمد لله واحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. ബഹുമാനായ റഫീഖ് ഉസ്താദ്, എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് നാസർ സാഹിബ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. രണ്ട് കാരണങ്ങളാൽ പ്രാധാന്യമുള്ള കാര്യമാണ് ചരിത്രം. ഒന്ന്, ചരിത്രം എന്നത് മനുഷ്യജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഏത് ചരിത്രം പഠിക്കുന്നതും പ്രധാനമാണ്. ഞാൻ ആമുഖമായി ചില കാര്യങ്ങൾ പറയാം. നിങ്ങൾ വിദ്യാർത്ഥികളായതുകൊണ്ട് ചരിത്രം പ്രധാനമായും 3 തരത്തിലാണ് നമ്മൾ അതിനെ വർഗീകരിക്കാറുള്ളത്. ഒന്ന്, ലോക ചരിത്രം. നമുക്കറിയാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ. നിങ്ങളിവിടെ ഹിസ്റ്ററിക്കൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. ലോക ചരിത്രത്തിലുള്ള സംഭവങ്ങൾ, സംസ്കാരങ്ങളെക്കുറിച്ചുള്ള പഠനം. അതിൽ റോമ സംസ്കാരം, ഈജിപ്തിലെ സംസ്കാരം, നമ്മൾ നൈൽ നദീതട സംസ്കാരം എന്നൊക്കെ പറയുന്നത് ഈജിപ്തിലെ നൈൽ നദിയുമായി ബന്ധപ്പെട്ട. നിങ്ങൾ പ്രാഥമികമായൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, എല്ലാ സംസ്കാരങ്ങളും രൂപപ്പെടുന്നത് ഓരോ നദീതീരങ്ങളിലായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ഒരുപക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവില്ല. നൈൽ നദിയുടെ തീരത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം രൂപം കൊള്ളുന്നത്. അതുപോലെ തന്നെ മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം രൂപം കൊള്ളുന്നത് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതീരത്താണ്, ഇന്നത്തെ ഇറാൻ ഇറാഖ് പ്രദേശത്താണ്. നമ്മുടെ ഇന്ത്യയിലെ സംസ്കാരങ്ങൾ രൂപപ്പെടുന്നത് സിന്ധു നദീതട സംസ്കാരം എന്നാണ് പ്രധാനം. നമ്മളതിൻ്റെ പേര് തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നാണ്. സിന്ധു നദീതട സംസ്കാരം. എല്ലാ സംസ്കാരങ്ങളും രൂപപ്പെടുന്നത് ഒരു നദീതീരത്തായിരിക്കും. എന്തുകൊണ്ടാണ് കാര്യം എന്ന് വെച്ചാൽ, ആളുകൾ ഒരു പ്രത്യേക സ്ഥലത്ത് സംഘടിക്കുകയും അവിടെ താമസം ഉറപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് സംസ്കാരങ്ങൾ രൂപപ്പെടുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കണമെങ്കിൽ അവർക്ക് കൃഷി ആവശ്യമാണ്, ഭക്ഷണം ആവശ്യമാണ്. ഭക്ഷണം വേണമെങ്കിൽ അവർ കൃഷി ഉൽപ്പാദിപ്പിക്കണം. കൃഷി ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് വെള്ളം ആവശ്യമാണ്. കൂട്ടമായി താമസിക്കുമ്പോൾ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഭക്ഷണത്തിനും കുടിക്കാനും കുളിക്കാനും കൃഷി പ്രധാനമാണ്. കൃഷി ചെയ്യാനും ഒക്കെ വെള്ളം ആവശ്യമായതുകൊണ്ട് പണ്ട് അലഞ്ഞുതിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ പിന്നീട് ഓരോ നദീതീരങ്ങളിൽ എത്തിപ്പെടുകയും അവിടെ അവർ അധിവസിക്കാൻ സ്ഥിരവാസം ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഓരോ സംസ്കാരങ്ങൾ രൂപപ്പെട്ടത്. അപ്പോൾ ലോക ചരിത്രത്തിൽ നമ്മളതുപോലെ തന്നെ 1-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പഠിക്കും. 1914 മുതൽ 19 വരെ നടന്ന 2-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പഠിക്കും. 1939 മുതൽ 45 വരെ നടന്ന സമരം. ഈ 45 വരെ നടന്ന സമരത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. ഈ പിന്നീടൊരു ലോകമഹായുദ്ധം ഉണ്ടായിട്ടില്ല. ഇന്ന് നമ്മൾ പശ്ചിമേഷ്യയിലൊക്കെ യുദ്ധത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കുമ്പോൾ അധികം താമസിയാതെ ഈ ആഗോള സാമ്രാജ്യത്വത്തിൻ്റെയും അതുപോലെ തന്നെ ആയുധ കച്ചവടത്തിൻ്റെയും ഒക്കെ വലിയ ഒരു തരംഗം നിലനിൽക്കുന്ന സമയത്ത് ഒരു 3-ാം ലോക മഹായുദ്ധം അധികം താമസിയാതെ ഉണ്ടായേക്കാം എന്നുകൂടി പറയുന്നു. ഈ യുദ്ധം കൊണ്ടല്ല, ഗസയിലോ ഇപ്പോൾ നടക്കുന്ന ഫലസ്തീനിൽ നടക്കുന്ന ആക്രമണത്തെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. ഇതിങ്ങനെ ബലാബലത്തിൽ ഒരുപാട് കാലം രാഷ്ട്രങ്ങൾക്ക് പോകാൻ കഴിയില്ല. പല ഭാഗങ്ങളിലും ഡിപ്ലോമാറ്റിക് ആയിക്കൊണ്ട് ആളുകളെ വരുതിക്ക് നിർത്തുമ്പോൾ തന്നെ സായുധമായി ആയുധ കച്ചവടം ഒരു വലിയ സംഭവമാണ് ലോകത്ത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഏജന്റുമാർ എല്ലാവരെയും ആയുധമണിയിക്കുകയും ആയുധമണിയിച്ച പോലെ യുദ്ധങ്ങളുണ്ടാവണം, എന്നാലേ ആയുധ കച്ചവടം നടക്കുകയുള്ളൂ. അപ്പോൾ ആഫ്രിക്കയിലാണെങ്കിൽ ഗോത്രവർഗ്ഗങ്ങൾ തമ്മിൽ വംശീയമായ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു. ഇവിടെ രാഷ്ട്രങ്ങൾ തമ്മിൽ, ഏഷ്യയിലാണെങ്കിൽ നമ്മുടെ ഇവിടെ തെക്കനേഷ്യയിലാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ എന്നും പ്രശ്നത്തിലാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. അവർ എപ്പോഴും സംഘർഷത്തിലാണ്. ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ആയുധ കച്ചവടക്കാർ ഏർപ്പെടുത്തുന്ന ഏജന്റുമാരുടെ ഒരു തൊഴിൽ കൂടിയാണ്. അപ്പം ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരുപാട് കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ ലോകത്തിന് കഴിയില്ല എന്ന് നിരീക്ഷിക്കുന്ന അന്താരാഷ്ട്ര നിരീക്ഷകരുണ്ട്. ചരിത്രം മാറി വരികയാണ്. ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടി അറിവിൻ്റെ വിസ്ഫോടനമുണ്ടായി. അറിവിൻ്റെ കുത്തകവൽക്കരണം നഷ്ടപ്പെട്ടു. അതാണ് സംഭവിച്ചു പോയ പ്രധാനപ്പെട്ട ഒരു കാര്യം. ടെക്നോളജിയുടെ, സാങ്കേതിക വിദ്യയുടെ വ്യാപനം
ഈ ഇൻ്റർനെറ്റിലൂടെ വന്നപ്പോൾ ആർക്കും അത് ലഭ്യമായി. ഇന്ന് നോക്കൂ നിങ്ങൾ, ഇപ്പോൾ അടുത്ത കാലത്ത് കേരളത്തിൽ ഒരു പ്രത്യേക മതവിശ്വാസികൾ തമ്പടിച്ചൊരു സ്ഥലത്തൊരു ബോംബ് സ്ഫോടനം നടന്നു. അത് നടത്തിയ ആൾ പോലീസിന് കൊടുത്ത മൊഴിയിൽ പറഞ്ഞത്, ഞാൻ ഈ സ്ഫോടക വസ്തു ഇത് ഉണ്ടാക്കാൻ പഠിച്ചത് ഇൻ്റർനെറ്റിലൂടെയാണ് എന്നാണ്. ഇത് ലോകത്ത് പല ഭാഗത്ത് നടക്കുന്നു. പല വിധ്വംസക പ്രവർത്തനങ്ങൾക്ക്, അക്രമ പ്രവർത്തനങ്ങൾക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായം തേടുന്നു. അതുപോലെ തന്നെ അണുവായുധം വികസിപ്പിക്കാൻ ഇന്ന് ആളുകൾക്ക് വേണമെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായം തേടാം. അപ്പോൾ പണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കുത്തക ശാസ്ത്രജ്ഞന്മാരിൽ മാത്രം നിലനിന്നിരുന്നുവെങ്കിൽ ഇന്നത് ലോകത്തെ ഓരോരുത്തരുടെയും വിരൽത്തുമ്പിലേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. ലോക ചരിത്രം ഇങ്ങനെ മാറി വരുന്നു, അത് സംഘർഷഭരിതമായി കൊണ്ടിരിക്കുന്നു. മാരകമായ ആയുധങ്ങൾ എല്ലാവർക്കും പ്രാപ്യമാകുന്ന അവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ ഭാവിയെ കുറിച്ചുള്ള ആശങ്കകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ലോക ചരിത്രം ഇങ്ങനെ നിൽക്കുമ്പോൾ രണ്ടാമത്തെ ഒരു ചരിത്രമാണ് നമ്മുടെ ദേശചരിത്രം എന്ന് പറയുന്നത്. അതായത് രാഷ്ട്ര ചരിത്രം, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം, ഇന്ത്യ ചരിത്രം. നമ്മൾ പറയുമ്പോൾ ഇന്ത്യ ചരിത്രം. ഇന്ത്യ ചരിത്രം നമുക്കറിയാം, ഈ നിരവധി സംസ്കാരങ്ങൾ, ഏറെക്കുറെ എല്ലാ മതവിഭാഗങ്ങളും അതിൻ്റെ ഉത്ഭവകാലത്ത് തന്നെ ഇന്ത്യയിൽ വന്നു ചേർന്നിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യ ചരിത്രം, നിങ്ങൾ ഇന്ത്യയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വലിയ ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാടുണ്ടാകും. നമ്മൾ ഈ വിചാരിക്കുന്ന ഇപ്പോൾ കാണുന്നതൊന്നും ആയിരുന്നില്ല ഇന്ത്യ എന്നും. നൂറ്റാണ്ടുകളായി വിവിധ മതവിശ്വാസികൾ ഇന്നൊന്നനെ തുടങ്ങിയതൊന്നുമല്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇസ്ലാമിക പ്രബോധക സംഘം ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അറേബ്യൻ മരുഭൂമിയിൽ ഇസ്ലാമിൻ്റെ ദഅവത്ത് നടക്കുമ്പോൾ തന്നെ ഇവിടെയും അതെത്തിയിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം എത്തുന്നത് പിന്നീടാണ്. ഹജ്ജത്തുൽ വിദാഇന് ശേഷമാണ്. ഹജ്ജത്തുൽ വിദാഇൽ പങ്കെടുത്ത ലക്ഷക്കണക്കിന് സഹാബികളിൽ കേവലം 3000 പേർ മാത്രമാണ് അവിടെ തന്നെ ജീവിച്ച് വഫാത്തായത് എന്ന് പറയപ്പെടുന്നു. ബാക്കിയുള്ള അതിവിപുലമായ ഒരു സംഖ്യ ഈ സഹാബികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഹജ്ജത്തുൽ വിദാഇന് ശേഷം ഈ ഇസ്ലാമിൻ്റെ സന്ദേശവുമായി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എത്തുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ കേരളത്തിലെത്തിയിരുന്നു. നമുക്ക് കച്ചവട ബന്ധങ്ങളുണ്ടായിരുന്നു. പല അറേബ്യൻ രാജ്യങ്ങളിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇവിടുത്തെ ഒരു രാജാവ് ചെന്ന് സമ്മാനങ്ങൾ സമർപ്പിച്ചു. ചേരമാൻ പെരുമാളിനെയാണ് ഉദ്ദേശിക്കുന്നത്. കുരുമുളക്, അങ്ങനെയുള്ള അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. കുരുമുളക് അച്ചാറ് ഇട്ട് കൊടുത്തത്, അതിൻ്റെ ഭരണി സമ്മാനമായി നൽകിയതിനെ കുറിച്ചുള്ള കവിതകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കച്ചവട സംഘക്കാർ ഇവിടെ നേരത്തെ തന്നെ ഇവിടെ വരുമായിരുന്നു. അവരോട് മുജിസാത്തിൻ്റെ ഭാഗമായി നടന്ന ഈ ചന്ദ്രൻ പിളർന്ന സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയും അതിനെക്കുറിച്ച് അവർ വിശദീകരിച്ചപ്പോൾ ഞങ്ങളുടെ അറേബ്യയിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി എനിക്ക് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചേരമാൻ പെരുമാൾ രാജാവ് അവരുടെ കൂടെ മക്കയിലേക്ക് പോവുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും ഇസ്ലാം മതം സ്വീകരിച്ച് താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചു എന്നും തിരിച്ചു വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് അദ്ദേഹം മരിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം മരിച്ചതിന് ശേഷം ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ അനുയായികളൊക്കെ ഇവിടെ വന്ന് അങ്ങനെയാണ് കൊടുങ്ങല്ലൂർ ആദ്യമായി ഇന്ത്യയിലെ, നമ്മുടെ രാജ്യത്തിലെ ആദ്യത്തെ പള്ളി ഉണ്ടാവുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ജുമാ മസ്ജിദ്. ഇപ്പോൾ ചേരമാൻ ജുമാ മസ്ജിദ് എന്ന് പറയുന്നത് ചേരമാൻ പെരുമാളിൻ്റെ പേരിലുള്ളതാണ്. ഞാൻ വളരെ പ്രാഥമികമായിട്ടൊരു കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ, കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പള്ളിയാണ് ചേരമാൻ പെരുമാൾ. വടക്കേ ഇന്ത്യയിലൊക്കെ പിന്നീട് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തുന്നത് പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ഇതാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രം. വിവിധ മതവിഭാഗങ്ങൾ, അതുപോലെ തന്നെ ക്രിസ്തു മതമാകട്ടെ, ജൂതമതമാകട്ടെ, സിഖ് മതം ഇന്ത്യയിൽ തന്നെ ഉണ്ടായതാണ്, ബുദ്ധമതം ഇന്ത്യയിലാണ് ഉണ്ടായത്, ജൈനമതം ഇന്ത്യയിലാണ് ഉണ്ടായത്, ചൈനയുടെ ഭാഗത്തുണ്ടായ സൊറാസ്ട്രിയൻ മതങ്ങൾ ഇന്ത്യയിൽ വ്യാപകമായിരുന്നു. അതുപോലെ തന്നെ പശ്ചിമേഷ്യയിൽ രൂപം കൊണ്ട മതങ്ങളിലെല്ലാം അതാത് കാലത്ത് തന്നെ ഇന്ത്യയിലും എത്തിപ്പെട്ടിരുന്നു. ജൂതന്മാർക്ക് വേണ്ടി ഒരു തെരുവ് തന്നെ ഇന്നും കേരളത്തിലുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കൊച്ചിയിലെ ഫോർട്ട് കൊച്ചിയിലെ ജൂയി സ്ട്രീറ്റ്, ജൂത തെരുവ് എന്ന് പറയുന്നത്. അവിടെ ജൂതന്മാരുടെ ഒരു വലിയ സംഘം ആളുകൾ അവിടെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ പശ്ചിമേഷ്യയിലെ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ അവിടെ പ്രത്യേക പോലീസ് പ്രൊട്ടക്ഷനോ കൊടുത്തിരുന്നു. ഇനി ആരെങ്കിലും ചെന്ന് അവരെ ആക്രമിക്കുമോ എന്നൊക്കെ ഭയന്നിട്ട്.
അപ്പോൾ എല്ലാ മതങ്ങളുടെയും ആദിമകാലത്ത് തന്നെ അതിൻ്റെ സന്ദേശങ്ങൾ എത്തിയ ഒരു സ്ഥലമാണ് ഇന്ത്യ രാജ്യം. പക്ഷേ പിന്നീട് നിരവധി സംഘർഷങ്ങൾ ഇടക്കാലത്തുണ്ടായിരുന്നു. ബുദ്ധമതം ഇന്ത്യയിൽ ഉണ്ടായ മതമാണ്. ഇപ്പോൾ ബുദ്ധമതം ഇന്ത്യയിൽ ഒരു ശക്തിയല്ല. അതിൻ്റെ കാരണങ്ങളൊക്കെ വളരെ വിപുലമായ കാരണങ്ങളാണ്. ബുദ്ധമതത്തെ ബോധപൂർവ്വം നശിപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്നു. പിന്നെ ബുദ്ധമതത്തിൻ്റെ തന്നെ അവാന്തര ഭാഗമായി വന്ന ജൈനമതം, ഇന്ത്യയിൽ തന്നെ ഉണ്ടായ സിഖ് മതം, പല മതങ്ങൾ ഇന്ത്യയിലുണ്ടായി. നമ്മുടെ സഹവർത്തിത്വത്തിന് ശേഷം പിന്നെ ഒരു ചരിത്രം വരുന്നത് നമ്മുടെ പ്രാദേശിക ചരിത്രമാണ്. അതാണ് നമ്മുടെ വിഷയം. നിങ്ങൾക്കറിയാം, നമ്മൾ ചരിത്രത്തിൽ അഭിമാനിക്കുക എന്ന് പറയും. ഞങ്ങൾക്കൊരു ചരിത്രമുണ്ട്, ഞങ്ങൾ മോശക്കാരല്ല എന്നുള്ള ഒരു ചരിത്രം, അതൊരു അഭിമാനമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന പാണ്ടിക്കാട് പ്രദേശം, മാത്രമല്ല മലബാർ എന്ന് പറഞ്ഞാൽ കുട്ടികൾ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള ജില്ലകളെ മൊത്തത്തിൽ പറയുന്ന പേരാണ് മലബാർ. കാരണം ആദ്യകാലത്ത് അതൊരു പ്രത്യേക സ്ഥലമായിരുന്നു, ഭൂപ്രദേശമായിരുന്നു. നമ്മൾ കേരളത്തിൻ്റെ ഭാഗമായിരുന്നില്ല. അതറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? മലബാർ എന്ന് പറയുന്ന നമ്മൾ കേരളത്തിൻ്റെ ഭാഗമായിരുന്നില്ല. നമ്മളിവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരൊക്കെ പോയിരുന്നത് മദ്രാസിലേക്കായിരുന്നു. നമ്മൾ തമിഴ്നാട്ടിലെ ഇന്ന് ചെന്നൈ എന്നറിയപ്പെടുന്ന മദ്രാസ് ഗവൺമെന്റിന്റെ ഭാഗമായിരുന്നു മലബാറിലെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളൊക്കെ. വയനാട് ജില്ലയിൽ നിന്നൊക്കെ നമ്മൾ ആളുകൾ തിരഞ്ഞെടുത്താൽ പോയിരുന്നത് മദ്രാസിലേക്കായിരുന്നു. മദ്രാസ് അസംബ്ലിയിലാണ് നമ്മൾ ആളുകൾ പോയിരുന്നത്. കൊച്ചിയില്, ഇന്നത്തെ മധ്യ കേരളം എന്ന് പറയുന്ന തൃശ്ശൂര്, കൊച്ചി, കോട്ടയം, ആ ഭാഗത്ത് അവിടെ കൊച്ചി ഗവൺമെന്റ് എന്ന് പറഞ്ഞ് വേറൊരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു. അതിനപ്പുറത്ത് തിരുവനന്തപുരം, അതുപോലെ തന്നെ ആലപ്പുഴ, കൊല്ലം തുടങ്ങിയ പ്രദേശങ്ങൾ, തിരുവിതാംകൂർ എന്ന് പറഞ്ഞ് വേറെ ഒരു അവിടെ രാജാവ് ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ രാജാവ് നിങ്ങൾക്കറിയാം, സർ CP രാമസ്വാമിയെ എന്നൊക്കെ പറയുന്ന രാജാവിനെ നിങ്ങൾക്കറിയാം. അവിടെ വേറെ രാജാവ്, കൊച്ചിയിൽ വേറെ രാജാവ്. നമ്മളിവിടെ മലബാർ പിന്നീട് സാമൂതിരിയുടെ വീടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. സാമൂതിരി കോഴിക്കോട് ആസ്ഥാനമായാണ് സാമൂതിരി ഭരിച്ചിരുന്നത്. സാമൂതിരിയുടെ കാലത്ത് ഈ പോർത്തുഗീസുകാർ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം, ഇന്ത്യയിൽ ആദ്യമായി അധിനിവേശം നടത്തിയത് 1498 പോർത്തുഗീസ് നാവികനായിരുന്ന വാസ്കോ ഡ ഗാമ കോഴിക്കോട് വന്ന് കപ്പലിറങ്ങിയതോടുകൂടിയാണ്. അദ്ദേഹം കച്ചവടത്തിനാണ് വന്നത്. പിന്നീട് അദ്ദേഹം കൂടുതൽ ആളുകളെ കൊടുന്നു, സായുധരായ ആളുകളെ കൊടുന്നു, നമ്മളിവിടുത്തെ ആളുകളെ ആക്രമിക്കാൻ തുടങ്ങി. അന്ന് മുതൽ തന്നെ സാമൂതിരിയുടെ ഭരണകാലത്ത് തന്നെ നമ്മൾ ഈ അധിനിവേശക്കാർക്കെതിരെ, നമ്മളെ കീഴ്പ്പെടുത്താൻ വരുന്നവർക്കെതിരെ, നമ്മളെ ആക്രമിക്കാൻ വരുന്നവർക്കെതിരെ നമ്മൾ പോരാടി തുടങ്ങിയിരുന്നു. മലബാറിലെ ഒരു ചരിത്ര പശ്ചാത്തലം അതാണ്. നമ്മൾ മലബാർ സമരം 1921 തുടങ്ങുമ്പോൾ നമ്മൾ പോരാട്ടം തുടങ്ങിയതൊന്നുമല്ല. നമ്മൾ പോർത്തുഗീസുകാരോട് 1498 വാസ്കോ ഡ ഗാമ വന്നത് മുതൽ തന്നെ സാമൂതിരിക്ക് വേണ്ടി പട നയിച്ചിരുന്ന കുഞ്ഞാലി മരക്കാർമാർ എന്ന് പറയുന്ന, അതൊരു കുടുംബ പേരാണ്. കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ, കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കുഞ്ഞാലി മരക്കാർ വലിയ നാവിക പടയാളികളായിരുന്നു. അവർ തന്നെ സമരം നടത്തിയിരുന്നു. അപ്പൊ ആ ഒരു പാരമ്പര്യത്തിൽ നമ്മൾ എന്നും ഈ നീതിക്ക് വേണ്ടി നിലകൊള്ളുക, നീതി, സത്യം. ഖുർആനിൽ നിങ്ങൾക്കറിയാം, പരിശുദ്ധ ഖുർആൻ നമ്മൾ വായിക്കുമ്പോൾ നീതിയെക്കുറിച്ച് ധാരാളം സ്ഥലത്ത് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു. നിങ്ങൾ പണ്ഡിതന്മാരാണ്, നിങ്ങളത് പഠിച്ചിട്ടുള്ളവരായതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നോക്കൂ, നിങ്ങൾ നീതിയെക്കുറിച്ച് ഇത്രമാത്രം പറഞ്ഞ നീതിയെക്കുറിച്ച്, ദൈവത്തിന്റെ നീതിയെക്കുറിച്ച്, മനുഷ്യർക്കിടയിൽ നീതി നടപ്പാക്കേണ്ടതിനെ കുറിച്ച്, നീതി, ജസ്റ്റിസ് എന്ന് പറയുന്ന പ്രവിശാലമായ അർത്ഥമുള്ള ഒരു ടെർമിനോളജി ഇത്രയധികം ഉപയോഗിച്ചൊരു വേദഗ്രന്ഥം വേറെയില്ല. അത് വളരെ പ്രധാനമാണ്. അപ്പൊ നീതികേട് എവിടെ കാണുന്നുവോ അവിടെ പ്രതികരിക്കുക എന്നത് ഈ മതത്തിന്റെ വിശ്വാസികളുടെ അവരുടെ ജീനിൽ തന്നെ അടങ്ങിയൊരു സംഗതിയായിരുന്നു. അങ്ങനെയാണ് പോരാട്ടത്തിന്റെ തുടക്കം. ആ സത്യത്തിൽ അതാണ്. പിന്നെ പോരാട്ടത്തിന്റെ ചരിത്രമുണ്ട്. മലബാറിലെ എല്ലാ വിഭാഗം ആളുകൾക്കും 1921 സമരത്തോടു കൂടി അതിന്റെ ഭാഗമാകേണ്ടി വന്നു. നമ്മൾ ഇനി പാണ്ടിക്കാടിന്റെ പ്രാദേശിക ചരിത്രത്തിലേക്ക് വന്നാൽ 1921 സമരമാണ് നമ്മൾ പ്രധാനമായും പാണ്ടിക്കാട് യുദ്ധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നത്. 1921
നവംബർ 14-നാണ് പാണ്ടിക്കാട് യുദ്ധം നടക്കുന്നത്. കാരണം മലബാറിലാകമാനം സമരമുണ്ടായി. നിങ്ങൾ അപ്പോഴും മനസ്സിലാക്കണം, കൊച്ചിയിൽ അന്ന് സമരമില്ല. കാരണം കൊച്ചി അന്ന് ബ്രിട്ടീഷുകാരല്ല ഭരിക്കുന്നത്. നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെ യാതൊരു സന്ധിയുമില്ലാതെ, യാതൊരു കോംപ്രമൈസും ഇല്ലാതെ യുദ്ധം ചെയ്ത ഒരു വിഭാഗമായിരുന്നു മൈസൂർ സുൽത്താൻമാർ. മറ്റുള്ളവരൊക്കെ പല സാഹചര്യങ്ങളാണ് ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിന് വന്നതെങ്കിൽ മൈസൂർ സുൽത്താൻമാരായിരുന്ന സുൽത്താൻ ഹൈദർ അലിയും അദ്ദേഹത്തിന്റെ പുത്രനായിരുന്ന ഫത്തഹ് അലി ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാർക്കെതിരെ യാതൊരു സന്ധിക്കും തയ്യാറല്ലാതെ നിരന്തരമായി സമരത്തിൽ ഏർപ്പെട്ടവരായിരുന്നു. ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് ഓടിക്കുക എന്നുള്ളത്, ഞങ്ങളുടെ രാജ്യത്തെ കീഴ്പ്പെടുത്താനെത്തിയവരെ തുരത്തുക എന്നതൊരു ദൗത്യമായി ഏറ്റെടുത്തവരായിരുന്നു അവര്. നമ്മുടെ ഈ മലബാർ ഭരിച്ചിരുന്നത് ടിപ്പു സുൽത്താനായിരുന്നു. ഈ ടിപ്പു സുൽത്താന്റെ വരവോടുകൂടി ഇവിടെ ബ്രിട്ടീഷ് ഭരണത്തിലുണ്ടായിരുന്ന ഈ ആദ്യകാലത്ത് ജന്മികളും മറ്റും ഉണ്ടായിരുന്ന സ്ഥലത്തുള്ള കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കുറെ അനീതികളും ഒക്കെ ഇല്ലാതാക്കി. ഉദാഹരണത്തിന് കൃഷി ചെയ്യുന്ന ഭൂമിയിൽ കർഷകരുടെ അവകാശവും ഉണ്ടായിരുന്നില്ല. അതൊക്കെയാണ് ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. നമ്മളെ പൂർവികന്മാര് കൃഷി ചെയ്യുന്നു, രാവും പകലും. നമ്മൾ മാത്രമല്ല, പല വിഭാഗങ്ങൾ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഈ സബാൾട്ടൻ എന്ന് പറയുന്ന കീഴാള ജാതിക്കാരും, നമ്മൾ മുസ്ലിങ്ങളടക്കമുള്ള വിഭാഗങ്ങൾ, തീയരടക്കമുള്ള വിഭാഗങ്ങളൊക്കെ കൃഷിഭൂമിയിൽ ജോലി ചെയ്യുന്നു, രാവും പകലും ജോലി ചെയ്യുന്നു. പ്രത്യേകിച്ച് നമുക്ക് അതിൽ അവകാശങ്ങളില്ല, നമുക്ക് വരുമാനമില്ല, നമുക്ക് നമ്മുടെ വീട് നമ്മുടേതല്ല, സ്ഥലം നമ്മുടേതല്ല, ഒന്നും നമുക്ക് സ്വന്തമായില്ല. നിങ്ങൾ ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞാൽ പോവുക മാത്രം. അങ്ങനെ ജന്മിത്വത്തിന്റെ ഭൂമിയുടെ അവകാശികളായി രണ്ട് കൂട്ടരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ദേവസ്വം, ഒന്ന് ബ്രഹ്മസ്വം. നമ്മുടെയൊക്കെ ആധാരങ്ങൾ പരിശോധിച്ചാൽ ഒന്നുകിൽ ക്ഷേത്രങ്ങളുടെ വകയായിരുന്നു സ്വത്ത്, അല്ലെങ്കിൽ ജന്മിമാരുടെ ബ്രാഹ്മണന്മാരുടെ വകയായിരുന്നു. ഇതാണ് ഈ സമരത്തിന്റെ പശ്ചാത്തലം. അപ്പൊ നമ്മളുടെ ഈ മലബാറിൽ ജീവിച്ചിരുന്ന ആളുകൾ ഏറെ പ്രയാസപ്പെട്ടിരുന്നു. ആ സമയത്താണ് ടിപ്പു സുൽത്താൻ വരുന്നതും കൃഷിഭൂമി കർഷകന് എന്ന് പറഞ്ഞുകൊണ്ട് അവനവൻ കൃഷി ചെയ്യുന്ന ഭൂമിയൊക്കെ കർഷകന് തന്നെ നൽകുകയും ചെയ്തു. വലിയ വിപ്ലവമായിരുന്നു. ഇവിടുത്തെ ജന്മിമാർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ പരാജയപ്പെട്ടു. അവസാന യുദ്ധത്തിൽ അങ്ങനെ ശ്രീരംഗപട്ടണത്തിൽ വെച്ചൊരു കരാറ് ബ്രിട്ടീഷുകാരുമായി ഒപ്പുവെച്ചു. ആ കരാറിൽ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നത്, ടിപ്പു സുൽത്താൻ ഭരിക്കുന്ന മലബാർ, നമ്മളറിയണം, തിരുവനന്തപുരത്ത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്നില്ല, അവിടെ വേറെ രാജാവാണ്, കൊച്ചിയിൽ വേറെ രാജാവാണ്, മലബാറിൽ മാത്രമാണ് ടിപ്പു സുൽത്താൻ ഭരിക്കുന്നത്. മലബാർ ബ്രിട്ടീഷുകാർക്ക് നൽകാം എന്നതാണ്. അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ വരുന്നത്. അപ്പൊ എന്ത് സംഭവിച്ചു? ടിപ്പു സുൽത്താൻ കൊണ്ടുവന്ന നിയമങ്ങൾ മുഴുവൻ ബ്രിട്ടീഷുകാരെ അട്ടിമറിച്ചു. നേരത്തെ പോലെ തന്നെ നമുക്ക് ഭൂമി കിട്ടിയത് പോയി, നമുക്ക് വീടുണ്ടായിരുന്നത് പോയി, ഒക്കെ വീണ്ടും ജന്മിയുടെ തന്നെയായി. വീണ്ടും സംഘർഷഭരിതമായ ഒരു സാഹചര്യം നിലനിന്നിരുന്നു. അപ്പൊ നിങ്ങൾ ഓർക്കുക, 1921 മുമ്പും ഇവിടെ സമരങ്ങൾ നടന്നിട്ടുണ്ട്. നിരന്തരമായ ജന്മി കുടിയാൻ എന്നാണ് പറയുന്നത്. നമ്മള് ജന്മിയുടെ തൊടിയില് അല്ലെങ്കിൽ സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുന്ന, നമ്മുടെ അവകാശമൊന്നുമില്ല എങ്കിലും അയാളുടെ ജന്മിയുടെ ഒരു ഔദാര്യത്തിൽ ജീവിക്കുന്ന നമ്മളെ പറയുന്ന പേര് കുടിയാൻ എന്നാണ്. അപ്പൊ ഈ കുടിയാന്മാരും ജന്മികളും തമ്മിൽ ഇടക്കിടക്ക് സംഘർഷങ്ങൾ ഉണ്ടാവും. ഇത് എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ സംഘർഷങ്ങൾ പലതും വലിയ പൊട്ടിത്തെറിയിലായിരുന്നു. 1894, അതായത് ഖിലാഫത്ത് സമരം നടക്കുന്നതിനൊക്കെ ഒരു 27 വർഷം മുമ്പ് പാണ്ടിക്കാട് പ്രദേശത്ത് വെള്ളുവങ്ങാട് എന്ന് പറയുന്ന നമ്മളെ നാസർ സാഹിബിന്റെ ഒക്കെ പ്രദേശത്ത് തറിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു സമരം നടന്നിരുന്നു. അതൊരു വലിയ പോരാട്ടമായിരുന്നു. ജന്മിമാർക്കെതിരുള്ള സമരമാണ് നടന്നിരുന്നത്. 1894 ഓർക്കണം. അന്ന് ഈ പറയുന്ന ഖിലാഫത്ത് സമരമൊന്നും നടന്നിട്ടില്ല. കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടു കൂടിയാണ് ഖിലാഫത്ത് മൂവ്മെന്റ് ഉണ്ടാവുന്നത്. 19-ലാണത്. പക്ഷെ അതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 1894 ഈ പാണ്ടിക്കാട് പ്രദേശത്ത് തറിപ്പടിയിലെ പാലത്തിങ്ങൽ ഉണ്ണീൻ ഹാജി എന്ന് പറയുന്ന ഒരാളും ഈ ജന്മിമാരും തമ്മിലുള്ള ഒരു സംഘർഷമുണ്ടായി. സംഘർഷത്തിന് കാരണം പലതായിരിക്കാം. ഈ ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ പലപ്പോഴും ജന്മിമാരായിരുന്നില്ല ഉപദ്രവിച്ചത്, അതുകൂടി പറയേണ്ടതുണ്ട്. സവർണരായ ബ്രാഹ്മണരായ ജന്മിമാർ പലരും പാവങ്ങളായിരുന്നു.
അവരെ സംരക്ഷിച്ചിരുന്നത് മുസ്ലിങ്ങളായിരുന്നു. അവരോട് സൗഹൃദത്തിൽ കഴിയാൻ അവരും ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ഇതിന്റെ ഇടയിൽ നികുതി പിരിക്കുന്നവരൊക്കെ ആയിട്ട് കുറെ കങ്കാണിമാരുണ്ടായിരുന്നു. അവർ പലപ്പോഴും ജമ്മിമാരെക്കാൾ വലിയ ആളുകളാവുകയും, നമ്മളെ സംബന്ധിച്ച് ജന്മിയെ നമ്മൾ ബ്രാഹ്മണൻ നമ്മൾ കാണുന്നില്ല. നമ്മൾ കാണുന്നതും നമ്മൾ ഇടപഴകുന്നതും ഒക്കെ ഈ നികുതി പിരിക്കുന്ന ആളുകളെയാണ്. നമ്മളുടെ കണ്ണിൽ അവരാണ് ജന്മിമാരുടെ പ്രതിനിധികൾ. അവർ ചെയ്യുന്ന ഉപദ്രവങ്ങൾ, അവർക്ക് എന്തെങ്കിലും ഇഷ്ടമില്ലാത്തത് ചെയ്താൽ നമ്മളോട് പോകാൻ പറയും. അപ്പോൾ അവരുമായി സംഘർഷം ഉണ്ടാവും. ഇങ്ങനെ 1894 മാർച്ച് 31 തറിപ്പടി കലാപം എന്ന് പറയുന്ന ഒരു കലാപം നടന്നു. പാണ്ടിക്കാട് പ്രദേശത്താണ് തറിപ്പടി. നിങ്ങൾ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. ഇവിടെ ദൂരദിക്കുന്നുള്ള കുട്ടികളുണ്ടോയെന്ന് എനിക്കറിയില്ല. ദൂരദിക്കുന്നുള്ള കുട്ടികളുണ്ടല്ലോ ഇവിടെ. നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു, ലക്ഷദ്വീപിൽ നിന്നൊക്കെയുള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഈ 1894 നമ്മുടെ ഈ പാണ്ടിക്കാട് നിന്ന് വെട്ടിക്കാട്ടിരി ആ ഭാഗത്തുള്ള തറിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് ജന്മിമാർക്കെതിരെ വലിയ കലാപം നടത്തി. പാലത്തിങ്കിൽ ഉണ്ണീൻ ഹാജി എന്ന് പറയുന്ന ഒരാളാണിത് ചെയ്തിരുന്നത്. അന്ന് 4 ജന്മിമാർ കൊല്ലപ്പെട്ടു ഈ സമരത്തിൽ. സായുധ സമരമാണ്, ആയുധമെടുത്ത് പോരാടുകയാണ്. 4 ജന്മിമാർ കൊല്ലപ്പെട്ടു. പിന്നീട് ബ്രിട്ടീഷ് പട്ടാളം വന്ന് ഈ സമരം അടിച്ചമർത്തി. അന്ന് 32ഓളം പോരാളികളും കൊല്ലപ്പെട്ടു. ഇതാണ് ഈ പ്രദേശത്ത് നടന്ന ആദ്യകാലത്തെ സമരം എന്ന് പറയുന്നത്. പിന്നീട് 10-27 കൊല്ലക്കാലം വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോകുന്നു. ഇടക്കിടക്ക് അവിടെ ചെമ്പ്രശ്ശേരി ഭാഗങ്ങളിലൊക്കെ ഇടക്ക് സംഘർഷങ്ങൾ ഉണ്ടാവുമായിരുന്നു. ജന്മി കുടിയാൻ സംഘർഷങ്ങൾ കൂടുതലുണ്ടായിരുന്ന പ്രദേശം. ചെറിയ ചെറിയ പൊട്ടണം ചീറ്റിലൊക്കെ അവിടെ ഇവിടെകളായി ഉണ്ടായിരുന്നു. അപ്പോൾ ചെമ്പ്രശ്ശേരി ഭാഗത്ത് 16ഓളം ചെറിയ സംഘർഷങ്ങൾ ഉണ്ടായതായി ബ്രിട്ടീഷ് രേഖകളിൽ കാണാം. പക്ഷെ അതൊരു വലിയ കലാപമായി പടർന്നില്ല, വലിയ സമരമായി മാറിയില്ല. ഈ കാലത്താണ് ഖിലാഫത്ത് സമരം ഉണ്ടാവുന്നത്. ഖിലാഫത്ത് സമരം നിങ്ങൾക്കറിയാം, അതിന്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങിയപ്പോൾ 1914 ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുന്നത്. 1914 യുദ്ധം തുടങ്ങി. യുദ്ധം ശക്തിപ്പെട്ടപ്പോൾ ലോകത്തിലെ രാഷ്ട്രങ്ങൾ 2 ശക്തികളായി നിൽക്കുകയും ബ്രിട്ടൻ ഒരു ഭാഗത്തുണ്ടായിരുന്നു. ബ്രിട്ടന്റെ കോളനിയാണെന്ന് ഞാൻ പറഞ്ഞു. ടിപ്പു സുൽത്താനോട് യുദ്ധത്തിൽ ജയിച്ച ബ്രിട്ടന് ആ കരാർ അനുസരിച്ച് കിട്ടിയ ടിപ്പു സുൽത്താൻ ഭരിച്ചിരുന്ന പ്രദേശമാണ് മലബാർ. അപ്പൊ അതുകൊണ്ട് മലബാർ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാര് ആ കാലത്ത് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കിക്കെതിരായിരുന്നു. അപ്പൊ തുർക്കിയിലാണെന്ന് ഖിലാഫത്ത് ഉണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ചരിത്രം പഠിക്കുന്നവർക്ക് അറിയാം. നമ്മളൊക്കെ വികലമായിട്ടാണ് ചരിത്രത്തിൽ കാണുക. ഓട്ടോമൻ ഖിലാഫത്ത് എന്നാ പറയാം. ഓട്ടോമൻ കാലിഫേറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ പുസ്തകങ്ങൾ കാണാം. ഉസ്മാനിയ ഖിലാഫത്ത് എന്നാണ് ശരിക്കും അതിന്റെ പേര്. അത് ഇങ്ങനെ വികൃതമാക്കാൻ ലോക ചരിത്രത്തിൽ ഒരു സംഘമുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ചരിത്രത്തെ എപ്പോഴും സത്യസന്ധമായി സമീപിക്കണം, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങൾ കേൾക്കുന്ന ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല ചരിത്രവും വളച്ചൊടിക്കപ്പെട്ടതോ തിരിച്ചറിയാൻ പറ്റാത്ത വിധം വക്രീകരിച്ചതുമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അബു അലി ഇബ്നു സീന എന്ന് പറയുന്ന ഒരാൾ. വളരെ വൈദ്യശാസ്ത്രത്തിൽ വളരെ പ്രസിദ്ധനായ ഒരാളാണ്. അദ്ദേഹത്തെ നമ്മൾ ചരിത്ര പുസ്തകത്തിൽ കാണാൻ അവിസന്ന എന്നാണ്. അത് നമുക്ക് ആരാണെന്ന് അറിയില്ല. അബു അലി ഇബ്നു സീന എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി വെളിപ്പെടും, ആരാണ് എന്താണെന്ന് മനസ്സിലാവും. അയാൾ ആ പേര് വക്രീകരിച്ചിട്ട് അബു അലി ഇബ്നു സീന എന്ന പേര് ആവിസന്ന എന്നാക്കി. അപ്പൊ നമ്മള് സൈനുദ്ദീൻ സിദാൻ എന്ന് പറഞ്ഞൊരു ഫുട്ബോളർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഫ്രാൻസിന് വേണ്ടി കളിച്ചിരുന്ന, അൾജീരിയയിൽ നിന്ന് ഫ്രാൻസിനെ കുടിയേറിയ കുടുംബത്തിൽ ജനിച്ച ആളാണ് അദ്ദേഹം. അവിടെ നമ്മളെ ഇവിടുത്തെ അപൂർവം ചില പത്രങ്ങളാണ് സൈനുദ്ദീൻ സിദാൻ എന്ന പേര് പറയുന്നത്. മറ്റതൊക്കെ സിനഡീൻ സിഡാൻ എന്നാണ് പറയുക. അപ്പൊ നമുക്ക് ഇത് പൊതുവായനയിൽ ഇത് ആരാണ് തിരിച്ചറിയാൻ പറ്റില്ല. ആരെ ഏത് വിഭാഗത്തെയാണ് അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള പേരുകൾ വക്രീകരിക്കുക, സ്ഥലപ്പേരുകൾ വക്രീകരിക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടന്നു. ഉസ്മാനിയ ഖിലാഫത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം. അമവി ഭരണകാലത്ത് സദം ഫാത്തിമിയ, അബ്ബാസിയ, അങ്ങനെ ഉസ്മാനിയ ഖിലാഫത്ത് വരെയുള്ള തുർക്കിയിലെ ഖിലാഫത്ത് നിലനിന്നിരുന്ന കാലമാണ്. ഖിലാഫത്ത് നിങ്ങൾക്കറിയാം, ലോകത്തെ മുസ്ലിങ്ങളുടെ പ്രതിനിധിയാണ് ഖലീഫ. ഈ ഖലീഫ നിൽക്കുന്നത് കൊണ്ടാണ് അതിനെ ഖിലാഫത്ത് എന്ന് മലയാളത്തിൽ ഖിലാഫത്ത് എന്നും പറയുന്നത്. അപ്പോ അത് വളച്ചൊടിക്കലല്ല, അത് അറബിയിലുള്ള പല പദങ്ങളും മലയാളത്തിലില്ല, സമാനമായ പദങ്ങളില്ല, അങ്ങനെ പല ഭാഷകളിലുമില്ല.
നമ്മൾ മലയാളത്തിൽ പറയുന്ന പല വാക്കുകളും പിന്നെ തമിഴിലില്ല. ഉദാഹരണത്തിന് ഴ എന്ന പദം അതിന് പകരം അവർ ള എന്നാണ് ഉപയോഗിക്കുക. വാഴപ്പഴം എന്ന് നമ്മൾ പറയണം, അവർക്ക് അങ്ങനെ കഴിയില്ല, അവരതിന് വാഴപ്പഴം എന്നാണ് പറയുക. അപ്പൊ അതുപോലെ മലയാളത്തിലും അള്ളാഹു എന്ന അറബി അക്ഷരത്തിന് സമാനമായൊരു പദം മലയാളത്തിലില്ല. ഒന്നുകിൽ നമ്മൾ അല്ലാഹു എന്നെഴുതും, അല്ലെങ്കിൽ അള്ളാഹു എന്നെഴുതണം. അത്തരത്തിലുള്ള വാക്കുകളുടെ ഒരു പ്രശ്നം പല ഭാഗത്തും ഉണ്ടാവുന്നുണ്ട്. ഞാൻ അത്തരത്തിലുള്ള വാചകങ്ങളുടെ ഖിലാഫത്തിന് എഴുതുന്ന ആ കുറ്റമല്ല പറഞ്ഞത്, പേരുകൾ തന്നെ വക്രീകരിക്കുക. ഉസ്മാനിയ ഖിലാഫത്തിനെ ഇംഗ്ലീഷ് ചരിത്രകാരന്മാർ എഴുതിയത് ഓട്ടമൻ ഖിലാഫത്ത് എന്നാണ്. ഓട്ടമൻ എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പോ ഉസ്മാനിയ ഖിലാഫത്ത് തുർക്കിയിൽ ഭരിക്കുന്നു. തുർക്കിയിലെ ഖിലാഫത്ത് ഖലീഫയെ ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നു. ആ സമയത്താണ് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നത്. ബ്രിട്ടൻ തുർക്കിക്കെതിരായിരുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങളാകട്ടെ തുർക്കിക്ക് അനുകൂലവുമാണ്. ലോകത്തിലെ മുസ്ലിങ്ങളൊക്കെ തുർക്കി ഖിലാഫത്തിനെ ബ്രിട്ടൻ ആക്രമിക്കുന്നതിന്റെ കാരണത്താൽ ബ്രിട്ടനെതിരായി. അപ്പൊ ബ്രിട്ടൻ മുസ്ലിങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ തുർക്കിയെ ആക്രമിച്ചാൽ ഖിലാഫത്തിനെ ഒന്നും ചെയ്യില്ല, ഞങ്ങളുടെ തുർക്കിയിൽ ഞങ്ങൾ ജയിച്ചാൽ തന്നെയും ഖിലാഫത്തിനെ അതുപോലെ തന്നെ നിലനിർത്തും, ഖലീഫയെ ഞങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. ആ മുസ്ലിങ്ങൾ ബ്രിട്ടനെ പിന്തുണച്ചു. ഒരു ചതിയായിരുന്നു. അപ്പൊ ബ്രിട്ടനെ പിന്തുണക്കുകയും ബ്രിട്ടൻ യുദ്ധം ജയിച്ചപ്പോൾ തുർക്കിയിലെ ഖിലാഫത്തിനെ വാക്കുമാറി ഖിലാഫത്തിനെ അവർ പുറത്താക്കി, ഖലീഫയെ പുറത്താക്കുകയും ഖിലാഫത്ത് നിഷ്കാസിതമാക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ മുസ്ലിങ്ങൾക്ക് ഒരു ലോക ആസ്ഥാനമില്ലാതെയായി, ഒരു ഖിലാഫത്ത് ഒരു ഖലീഫയും ഇല്ലാതെയായി. ഇതാണ് ലോകത്ത് മൊത്തത്തിൽ നമ്മൾ വിചാരിച്ച ഖിലാഫത്ത് പ്രസ്ഥാനം ഇവിടെ മാത്രം ഉണ്ടായതാണ്. ലോകത്ത് മൊത്തത്തിലുണ്ടായതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ലോകത്തിലെ മുസ്ലിം വിഭാഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് ബ്രിട്ടനെതിരെ തുടങ്ങിയ തുർക്കിയിലെ ഖിലാഫത്തിനെ പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന സമരമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. അതിൽ ഇന്ത്യയിൽ മൗലാന മുഹമ്മദ് അലി, മൗലാന ജൗഹർ അലി എന്ന് പറയുന്ന ഗാന്ധിജിയുടെ സതീർത്ഥ്യനും സുഹൃത്തുക്കളുമായിരുന്ന രണ്ടാളുകൾ അതിന് നേതൃത്വം കൊടുത്തു. നോക്കൂ നിങ്ങൾ, ആ കാലത്ത് ഇന്ത്യയിൽ ബ്രിട്ടനെതിരെ വലിയ സമരം ഇങ്ങനെ വരികയാണ്. ബ്രിട്ടനെതിരെ ഒറ്റപ്പെട്ട സമരങ്ങൾ അതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. 1857 സമരം തുടങ്ങിയിരുന്നു. ബ്രിട്ടീഷുകാർ വന്ന് കൃത്യം 100 വർഷം കഴിഞ്ഞപ്പോഴാണ് അവർക്കെതിരെ ഒരു സമരം തന്നെ കൃത്യമായി ചരിത്രത്തിൽ അടയാളപ്പെട്ടതുണ്ടാവുന്നത്. നോക്കൂ, 1757 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവരുടെ ഭരണത്തിന് അസ്ഥിവാരമിടുന്നത്, പ്ലാസി യുദ്ധത്തോടുകൂടി. അപ്പോ 1757 ഇന്ത്യയിൽ ഭരണം സ്ഥാപിച്ച് 100 വർഷം കഴിഞ്ഞപ്പോൾ 1857 ആദ്യമായി നമ്മുടെ ശിപായി മേള എന്ന് പറയുന്ന ഇന്ത്യയിലെ പട്ടാളക്കാർ, ബ്രിട്ടീഷ് പട്ടാളത്തിലുണ്ടായിരുന്നവർ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ ഡൽഹിക്കടുത്ത മീററ്റിൽ ഒരു സമരം നടത്തുന്നത്. അത് അവർ അടിച്ചമർത്തി പെട്ടെന്ന് തന്നെ അവർ ആദ്യഘട്ടത്തിൽ വിജയിച്ചു. ആ ശിപായി ലഹളയിൽ ആദ്യം വിജയിക്കുകയും അവർ ബഹദൂർ ഷാ സഫറിനെ, അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫറിനെ ഇന്ത്യയിലെ ചക്രവർത്തിയായി വാഴിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് ബ്രിട്ടീഷുകാർ കൂടുതൽ പട്ടാളത്തെ ഇറക്കുകയും ഈ സമരത്തെ അടിച്ചമർത്തുകയും ബഹദൂർ ഷാ സഫറിനെ കൽത്തുറുങ്കി അടക്കുകയും ഈ സമരത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്തു. 100 വർഷം കഴിഞ്ഞ് 1887. പിന്നീട് 90 വർഷം പിന്നെയും അവർ ഇന്ത്യ ഭരിക്കുന്നുണ്ട്. 1947 സ്വാതന്ത്ര്യം കിട്ടുന്നത്. 190 കൊല്ലമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചത്. അപ്പൊ 1919 ഖിലാഫത്തിനെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഒന്നാം ലോക മഹായുദ്ധ ശേഷം ലോകമൊട്ടുക്കും തുടങ്ങിയ സമരം ഇന്ത്യയിൽ ശക്തി പ്രാപിക്കാനുള്ള ഒരു കാരണം ഗാന്ധിജിയുടെ ഒരു സാന്നിധ്യമായിരുന്നു. അത് വളരെ പ്രധാനമാണ്. കാരണം ഖിലാഫത്തിനെ പൊതുസമൂഹം അംഗീകരിക്കാൻ വിമുഖത കാണിച്ച സമയത്ത് സൗത്ത് ആഫ്രിക്കയിൽ, ദക്ഷിണാഫ്രിക്കയിൽ വക്കീലായി ജോലി ചെയ്തിരുന്ന ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നായകത്വം ഏറ്റെടുക്കുകയും ചെയ്ത സമയത്താണ് ഈ ഖിലാഫത്ത് സമരവും ഉണ്ടാവുന്നത്. ഗാന്ധിജി എന്ന് പറഞ്ഞെന്നറിയാം, ഗാന്ധിജിയും കോൺഗ്രസും സമരം ചെയ്യേണ്ടത് ബ്രിട്ടനെതിരെയാണ്, ഖിലാഫത്തുകാരും സമരം ചെയ്യേണ്ടത് ബ്രിട്ടനെതിരെയാണ്. എന്നാൽ നമുക്ക് ഒരുമിച്ച് നിന്ന് സമരം ചെയ്യാമെന്ന് പറയുകയും അങ്ങനെ ഖിലാഫത്തുകാരും ദേശീയ പ്രസ്ഥാനം ഒരുമിച്ച് സമരം ചെയ്യാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. അങ്ങനെയാണ് ആദ്യ ഖിലാഫത്ത് യോഗത്തിൽ, ബോംബെയിൽ നടന്ന ആദ്യ ഖിലാഫത്ത് യോഗത്തിൽ മഹാത്മാഗാന്ധിയാണ് അധ്യക്ഷം വഹിച്ചത്. മൗലാന മുഹമ്മദ് അലിയും മൗലാന ജൗഹർ അലിയും ആ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. ഇന്ത്യ ഒട്ടാകെ വലിയ അനേലികളുണ്ടായി, വലിയ സമരത്തിന്റെ കാഹളങ്ങൾ മുഴങ്ങി.
പക്ഷേ മലബാറിൽ നിലനിന്നിരുന്ന ജന്മി കുടിയാൻ പ്രശ്നം കാരണം ബ്രിട്ടീഷ് വിരുദ്ധത അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതായിരുന്നു. കാരണം അവർ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ ക്രൂരതകൾ നിരന്തരമായി അനുഭവിച്ച ക്രൂരതകളുടെ, വിഷമങ്ങളുടെ, പ്രയാസങ്ങളുടെ, സങ്കടങ്ങളുടെ തീക്കടലുകൾ നീന്തിക്കയറിയ ഒരു ജനതയായിരുന്നു മലബാറിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഏത് സമരത്തെയും ഇവിടെ അഗ്രസീവ് ആവുക. നമ്മളെ കുറിച്ചുള്ള ആക്ഷേപം തന്നെ അതാണ്. മലബാറിലെ മാപ്പിളമാർ പൊതുവെ അഗ്രസീവാണ്, വളരെ ഊർജ്ജസ്വലത കാണിക്കുന്നു. ഒരു നിസ്സാര കാര്യമാണെങ്കിൽ തന്നെ പെട്ടെന്ന് നമ്മൾ അതിൻ്റെ അറ്റം വരെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു അഗ്രസീവായ സ്വഭാവം നമ്മൾക്ക് ഈ ജനിതകമായ പാരമ്പര്യത്തിൽ നിന്ന് വന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ പൂർവ്വപിതാമഹന്മാർ ബ്രിട്ടീഷുകാർക്കെതിരെ സായുധമായി സമരം നടത്തി. സത്യത്തിൽ ഖിലാഫത്ത് സമരം മറ്റെവിടെയും സായുധ സമരമായി മാറിയിട്ടില്ല. മലബാർ മാത്രമാണത് ആയുധമെടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരമായി മാറുന്നത്. അത് 27 വർഷം മുമ്പ് പാണ്ടിക്കാട് പ്രദേശത്തെ തറിപ്പടിയിൽ നടന്ന സമരം ഞാൻ പറഞ്ഞു. അത് ബ്രിട്ടീഷുകാർക്കെതിരെയാണ്. ബ്രിട്ടീഷുകാരെ സമരം അടിച്ചമർത്തി 32ഓളം ഇവിടുത്തെ തദ്ദേശീയരായ ആളുകൾ രക്തസാക്ഷികളായി. അപ്പോൾ അവരുടെയൊക്കെ മക്കളും അവരുടെ പേരക്കുട്ടികളും ഒക്കെ അവസരം കാത്തിരിക്കുന്ന സമയത്താണ് ഈ ഖിലാഫത്ത് സമരം ഉണ്ടാകുന്നത്. സ്വാഭാവികമായി നിങ്ങൾക്കറിയാം, വാര്യമുണ്ട് കുഞ്ഞഹമ്മദ് പാണ്ടിക്കാട് പ്രദേശത്ത് നിന്ന് ഉയർന്നു വന്ന ലോക സമര നേതാക്കൾ ഒരാളാണ്. അദ്ദേഹം മലബാറിലെയോ കേരളത്തിലെയോ ഇന്ത്യയിലെയോ അല്ല, ലോകത്ത് അക്കാലത്ത് സോവിയറ്റ് യൂണിയനിൽ, റഷ്യയിൽ 1917 റഷ്യയിലെ USSR എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഉണ്ടാവുന്നത്. കമ്മ്യൂണിസ്റ്റ് സർക്കാർ സാർ ചക്രവർത്തിമാരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഉണ്ടായപ്പോൾ ലെനിൻ അന്നൊരു യോഗത്തിൽ വാര്യംകുന്നത്തിനെ പരാമർശിച്ചുകൊണ്ട്, വാര്യംകുന്നത്തിനെ ആദരിച്ചുകൊണ്ട് അവിടെ ഒരു പ്രമേയം പാസാക്കി എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം. അപ്പോൾ ലോകതലത്തിലേക്ക് ഉയർന്ന സായുധ സമരത്തിന്റെ ഒരു ധീരനായ വിപ്ലവകാരിയായിരുന്നു, ഒരു വീരനായകനായിരുന്നു വാര്യംകുന്ന് കുഞ്ഞഹമ്മദ് എന്ന് കാണാൻ കഴിയും. അദ്ദേഹം നമ്മുടെ ഈ പ്രദേശത്ത് ജനിച്ച ആളാണ്. അദ്ദേഹം ശരിക്കും ജനിക്കുന്നത് പാണ്ടിക്കാടിന്റെ തന്നെ ഭാഗമായ നെല്ലിക്കുത്ത് പ്രദേശത്താണ്. ആലി മുസ്ലിയാർ മഹാപണ്ഡിതനായിരുന്നു. മക്കയിൽ നിന്ന് അറിവ് നേടിയ ആളാണ്. അവിടെ നിന്ന് മക്കയിലാണ് അദ്ദേഹം പഠിച്ചിരുന്നത്. മക്കയിൽ നിന്ന് അദ്ദേഹം നമുക്കറിയാം, അദ്ദേഹം പൊന്നാനിയിലെ മഖ്ദൂമി പാരമ്പര്യമുള്ള കുടുംബമാണ്. അദ്ദേഹത്തിന്റെ മാതൃകുടുംബം മഖ്ദൂമി പാരമ്പര്യമുള്ള കുടുംബമാണ്. പണ്ഡിതന്മാരുടെ ശൃംഖലയാണ്. മഹാപണ്ഡിതന്മാരുടെ, പോരാളികളുടെ, ദാർശനിക പ്രതിഭകളുടെ ഒരു ശൃംഖല വരുന്ന ആളാണ് ആലി മുസ്ലിയാർ. അദ്ദേഹം നെല്ലിക്കുത്തുകാരനാണ്. ഈ ആലി മുസ്ലിയാരുടെ ശിഷ്യനായിരുന്നു വാര്യംകുന്ന് കുഞ്ഞഹമ്മദ്. ഈ വാര്യംകുന്ന് കുഞ്ഞഹമ്മദ് പിതാവ് മൊയ്തീൻകുട്ടി ഹാജിയെ നിങ്ങൾക്കറിയാം. അദ്ദേഹം നേരത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തിയ ആളായിരുന്നു. മണ്ണാർക്കാട് കലാപത്തിലും മഞ്ചേരി കലാപത്തിലും പങ്കെടുത്തതിന്റെ പേരിൽ അവർ അറസ്റ്റ് വാറണ്ടിടുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അന്തമാനിലേക്ക് നാടുകടത്തുകയും ചെയ്തു. അന്തമാനിലെ സെല്ലുലാർ ജയിലിൽ വെച്ചാണ് ജന്മിയായിരുന്ന, സമ്പന്നനായിരുന്ന വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് പിതാവ് മൊയ്തീൻകുട്ടി ഹാജി രക്തസാക്ഷ്യം ധരിക്കുന്നത്. അപ്പൊ നോക്കൂ, വാര്യംകുന്ന് കുഞ്ഞഹമ്മദ് ഇവിടെ പുകഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ പിതാവിന് നാട് കടത്തിയവർ, അദ്ദേഹത്തിന്റെ പിതാവിനെ ജീവൻ നഷ്ടപ്പെടുത്തിയവർ, അന്തമാന്റെ സെല്ലാർ ജയിലിൽ വെച്ച് തന്റെ പിതാവ് കൊല്ലപ്പെട്ടു എന്ന് അറിഞ്ഞ അന്ന് മുതൽ വാര്യംകുന്ന് കുഞ്ഞഹമ്മദ് പുകഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ തന്നെ ആലി മുസ്ലിയാരുടെ പൂർവ്വപിതാമന്മാർ സമരത്തിൽ പങ്കെടുത്തവർ ധാരാളം ഉണ്ടായിരുന്നു. പലരും രക്തസാക്ഷികളായിരുന്നു. പക്ഷേ ആലി മുസ്ലിയാരുടെ സ്വഭാവം വേറെയായിരുന്നു. അദ്ദേഹം ഒരു ഗാന്ധിയൻ സമീപനമുള്ള ഒരു നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ള ഒരാളായിരുന്നു. അപ്പൊ ഇവര് രണ്ട് ചേരിയിലായിരുന്നെങ്കിലും ഉസ്താദിനെ മറികടക്കാൻ ശിഷ്യന് കഴിഞ്ഞു എന്നതാണ് മലബാർ സമരത്തിലെ മറ്റൊരു പ്രത്യേകത. ഉസ്താദിന്റെ സാത്വിക ഭാവത്തേക്ക് മറികടന്നുകൊണ്ട് ആളുകളെ ഗ്രാമങ്ങളിൽ സംഘടിപ്പിക്കുകയും വാര്യംകുന്ന് കുഞ്ഞഹമ്മദ് ഒരു സൈന്യത്തെ തന്നെ സംഘടിപ്പിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തുകയും ചെയ്തു. അതുപോലെ തന്നെ പിന്നീട് ഈ ഖിലാഫത്ത് സമരത്തിന്റെ ഭാഗത്തേക്ക് വന്നാൽ 1921 ഖിലാഫത്ത് സമരം പ്രഖ്യാപിക്കപ്പെടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ രൂക്ഷമായ ഒരു ഖിലാഫത്ത് സമ്മേളനം കോഴിക്കോട് നടക്കുന്നുണ്ട്. മൗലാന മുഹമ്മദ് അലിയും ഗാന്ധിജിയും പങ്കെടുത്തുകൊണ്ട് ഒരു സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്നു. അവിടേക്ക് വാര്യംകുന്ന് കുഞ്ഞഹമ്മദ് ആലി മുസ്ലിയാരും ആ സമ്മേളനത്തിന് പോകുന്നു. അതിനുശേഷം വന്ന് വാര്യംകുന്നത്ത് ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ആളുകളെ സംഘടിപ്പിക്കുന്നു. അദ്ദേഹം ഭയങ്കര ആത്മശക്തിയുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ആളുകളെ സംഘടിപ്പിക്കാനുള്ള വലിയ ശക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ആളുകളെ സംഘടിപ്പിക്കുന്നു. ഈ ബ്രിട്ടീഷ് പട്ടാളത്തിൽ നിന്ന് ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ പിരിച്ചുവിടപ്പെട്ട
യുദ്ധം തുടങ്ങിയപ്പോൾ ധാരാളം ആളുകളെ പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്തിരുന്നു. യുദ്ധം കഴിഞ്ഞപ്പോൾ അവരെയൊക്കെ പിരിച്ചുവിട്ടു. അവർക്ക് ആനുകൂല്യങ്ങളൊന്നും കൊടുത്തതുമില്ല. അങ്ങനെ ഇവിടെ പട്ടാളത്തിൽ പിരിഞ്ഞു വന്ന കുറെ ആളുകൾ ഈ നാട്ടിലുണ്ടായിരുന്നു. വാര്യകുണ്ട് കുഞ്ഞഹമ്മദ് അവരെയൊക്കെ സംഘടിപ്പിക്കുന്നു. അവരെ കൊണ്ട് മറ്റുള്ള നാട്ടുകാർക്ക് പരിശീലനം നൽകുന്നു. വെട്ടിക്കാട്ടിൽ അതിന്റെ പരിശീലന കേന്ദ്രമുണ്ടായിരുന്നു. ചെമ്പ്രശ്ശേരി നാസർ സാഹിബ് നേരത്തെ പറഞ്ഞ പോലെ ചെമ്പ്രശ്ശേരി മൈതാനത്തിന്റെ പരിശീലന കേന്ദ്രമുണ്ടായിരുന്നു. ആളുകൾക്ക് സായുധ പരിശീലനം നൽകുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വലിയൊരു മുന്നേറ്റമായി പാണ്ടിക്കാട് പ്രദേശം അതിന്റെ കേന്ദ്രമായി വർത്തിക്കുന്നു. കാരണം വാര്യകുന്നത്തിന്റെയും അലി മുസ്ലിയാരുടെയും ജന്മസ്ഥലം എന്നുള്ള നിലക്ക് പാണ്ടിക്കാടിന് വലിയ പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ സമയത്താണ് 1921 ആഗസ്റ്റ് 22 പാണ്ടിക്കാട് വളരാടുള്ള നാരായണ നമ്പീശന്മാരുടെ തറവാട് എന്ന് പറഞ്ഞ ഇപ്പോഴും വളരാടുന്നുണ്ട്. നാരായണൻ നമ്പീശനും ഉണ്ണികൃഷ്ണൻ നമ്പീശനും അവരുടെ തറവാട്ടിൽ ഒരു ഖിലാഫത്ത് യോഗം വിളിച്ചു കൂട്ടുന്നു. ആ ഖിലാഫത്ത് യോഗത്തിൽ വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും അലി മുസ്ലിയാരും ഒക്കെ പങ്കെടുക്കുന്നു. കുറെ ആളുകൾ, അതുപോലെ തന്നെ കാപ്പാട് കൃഷ്ണൻ നായരെ പോലുള്ള നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ, കോൺഗ്രസിന്റെയും ഖിലാഫത്തിന്റെയും നേതാക്കൾ അതിൽ പങ്കെടുക്കുന്നു. അവിടെ വെച്ചാണ് ഒരു സമരത്തിന്റെ പ്രഖ്യാപനം നടത്തണമെന്ന് പറയുകയും അങ്ങനെ 1921 ആഗസ്റ്റ് 22 ഈ പാണ്ടിക്കാട് പട്ടണത്തിൽ വെച്ച്, പാണ്ടിക്കാട് നാലുംകൂടിയ സ്ഥലത്ത് വെച്ച് ഒരു പണ്ടത്തെ ഇവിടെ ഇരിക്കുന്ന വയസ്സായവർക്ക് ഒരു അത്താണി ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ഒരു കല്ലിന്റെ 2 കല്ല് ഇങ്ങനെ നാട്ടി വെച്ചിട്ട് അത്താണി എന്ന പണ്ട് ചുമട് പിന്നെ ഏറ്റുപോകുന്ന ആളുകൾക്ക് പരസഹായമില്ലാതെ ഈ തലയിൽ നിന്ന് ഇറക്കി വെക്കാനും തലയിലേക്ക് തന്നെ വെക്കാനും കഴിയുന്ന ഈ ഒരു ഉയരത്തിലുള്ള ഒരാളുടെ ഉയരത്തിലുള്ള ഒരു സംഭവമാണ്. ചെറിയ കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അതുണ്ടായിരുന്നു. അതിന്റെ മുകളിൽ കയറിയുകൊണ്ട് വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദാജി ദീർഘമായൊരു പ്രസംഗം നടത്തുകയും 4000-ഓളം ആളുകൾ അന്ന് പാണ്ടിക്കാട് പട്ടണത്തിൽ തടിച്ചുകൂടിയിരുന്നു. ചെമ്പ്രശ്ശേരി, നെമ്മിനി, നെല്ലിക്കുത്ത്, വെള്ളാങ്കാട്, തറിപ്പടി, അതുപോലെ തന്നെ കാളികാവ്, കരുവാരകുണ്ട്, വളരാട്, മേലാറ്റൂര്, ഇടയാറ്റൂര് ഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ സംഘടിച്ചുകൊണ്ട് പാണ്ടിക്കാട് പട്ടണത്തിൽ വരികയും 4000-ഓളം ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദാജി ഒരു പ്രസംഗം നടത്തി. അതിനുശേഷമാണ് നമ്മളെ ഈ കീഴ്പ്പെടുത്താനെത്തിയവർക്കെതിരെ നമ്മൾ സായുധമായി തന്നെ സമരം നടത്തണമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതും. അങ്ങനെയാണ് ഖിലാഫത്ത് സമരത്തിന്റെ ഒരു പ്രഭവ കേന്ദ്രമായി, അതിന്റെ ഒരു ഈറ്റിലമായി പാണ്ടിക്കാട് പ്രദേശം മാറുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കുക, പാണ്ടിക്കാട്, ഞാൻ ഇനി ചരിത്രം പഠിക്കുന്ന കുട്ടികൾക്കായിട്ട് വീണ്ടും അതിന്റെ പോയിന്റുകൾ പറയാം. പാണ്ടിക്കാട് നേരത്തെ തന്നെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന്റെയും കേന്ദ്രമായിരുന്നു. അതിന്റെ ഭാഗമായി 1894 തറിപ്പടിയിൽ ഒരു സമരം നടന്നിരുന്നു. ആ സമരം നടന്നതിന് ശേഷം പിന്നീട് 1921 ഖിലാഫത്ത് സമരത്തിന് പാണ്ടിക്കാടിനടുത്തുള്ള വളരാട് നമ്പീശന്മാരുടെ തറവാട്ടിലാണ് ആദ്യമായി യോഗം ചേരുന്നത്. പിന്നീട് പാണ്ടിക്കാട് പട്ടണത്തിലാണ് 4000-ഓളം ആളുകളുള്ള ഒരു സംഘത്തെ വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദാജി അഭിസംബോധന ചെയ്യുന്നത്. അതോടുകൂടിയാണ് സമരം വിവിധ പ്രദേശങ്ങളിലേക്ക് കത്തിപ്പടരുന്നത്. അതിനുശേഷം പിന്നീട് 1921 സെപ്റ്റംബറിൽ ഈ ഓപ്പുറത്ത് വെച്ചൊരു സമരം നടന്നിരുന്നു, ഒരു സായുധ സമരം. അതിനെ ബ്രിട്ടീഷുകാർ അവരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പാണ്ടിക്കാട് ആംബുഷ് എന്ന് പറഞ്ഞ്, പാണ്ടിക്കാടിന്റെ ഒളിയുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരു ഈ തോണി കടത്തുകാരനായിരുന്ന ഒരു കളത്തിൽ കുഞ്ഞാലി എന്ന് പറയുന്ന ഒരാളാണ് ആ സമരം ആസൂത്രണം ചെയ്തത്. അദ്ദേഹം അക്കാലത്ത് പാലമൊന്നുമില്ല. ഈ ബ്രിട്ടീഷ് പട്ടാളം കടന്നു പോകണമെങ്കിൽ അവർ തോണിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. അപ്പൊ അദ്ദേഹം കടത്തുകാരനാണ്. അദ്ദേഹം ഒരു ആസൂത്രണം ചെയ്തൊരു പ്ലാൻ ചെയ്തു. ഈ ബ്രിട്ടീഷ് പട്ടാളക്കാർ തോണിയിൽ പോകുമ്പോൾ അവരെ ആക്രമിക്കണം. അദ്ദേഹം ഒളിച്ചിരുന്ന് ഗറില്ല ടാക്ടീസ് ഓഫ് വാർഫെയർ എന്ന് പറയും ചരിത്രത്തിൽ. ഒളിപ്പോരി യുദ്ധമുറ, ഗറില്ല ടാക്ടീസ്, ഒളിപ്പോരി യുദ്ധമുറ. അപ്പോ ഈ ഗറില്ല ടാക്ടീസ് ആണെന്നുണ്ടായിരുന്നു. കാരണം ബ്രിട്ടീഷ് പട്ടാളത്തോട് നേരിട്ട് നിൽക്കാൻ കഴിയില്ല. അപ്പോ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുക. അപ്പോ അത്തരത്തില് ഇവരെ ബ്രിട്ടീഷ് പട്ടാളത്തെ ആക്രമിക്കാനുള്ള ഒളിപ്പോരാളികളെ അവർ സജ്ജരാക്കി. അതവരൊക്കെ പല ഭാഗങ്ങളായി വെച്ചു നിർത്തി, കാട്ടിലും പൊന്തക്കടയിലും ഒക്കെ നിർത്തിയിട്ട് ഈ ബ്രിട്ടീഷ് പട്ടാളക്കാർ ഈ തോണിയിൽ വരുന്ന സമയത്ത് അവർ ആക്രമിച്ചു. ഇതാണ് 1921 സെപ്റ്റംബറിലാണ് ഈ സംഭവം നടക്കുന്നതിനെ പാണ്ടിക്കാട് ആംബുഷ് എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അക്കാലത്തെ ബ്രിട്ടീഷ് പട്ടാളത്തിൽ ഉണ്ടായിരുന്ന അവരുടെ അന്താരാഷ്ട്ര ദൗത്യ സേനയായിരുന്നു ഡോർസെറ്റ് റെജിമെന്റ്. അതിന്റെ പേര് മറക്കരുത്. ബ്രിട്ടീഷ് പട്ടാളത്തിൽ പല വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. സാധാരണ പട്ടാളക്കാരുണ്ടായിരുന്നു, ഗൂർഖ പട്ടാളം ഉണ്ടായിരുന്നു, ഡോർസെറ്റ് റെജിമെന്റുകൾ ഉണ്ടായിരുന്നു,
പല തരത്തിലും വിധത്തിലും ഇവർക്കൊക്കെ പല പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അവരുടെ അന്താരാഷ്ട്ര ദൗത്യസേനയായിരുന്നു ഡോർസെറ്റ് റെജിമെന്റ്. അതിന് 1921 സെപ്റ്റംബറിൽ ഒറോമ്പുറത്ത് വെച്ച്, പാണ്ടിക്കാടിനടുത്ത് ഒറോമ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് കളത്തിൽ കുഞ്ഞാലി എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ ആക്രമിക്കുകയും അവിടെ ഈ ഡോർസെറ്റ് റെജിമെന്റിന്റെ 2 മേധാവികൾ തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു. അവരുടെ പേര് കേണൽ M.A. ബൂംഫ്രീ എന്നാണ് ഒരാളുടെ പേര്. ഈ ബ്രൂംഫീൽഡ് അതുപോലെ തന്നെ പി ഹഗ്, ഇങ്ങനെ 2 ആളുകൾ ആ സമരത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. പിന്നീടാണ് മലബാറിൽ ഈ ഖിലാഫത്ത് സമരത്തിന്റെ ശക്തി കൂടുതൽ വ്യാപിക്കുകയും അവർ ഗൂർഖ പട്ടാളത്തെ, പാണ്ടിക്കാട് ഒരു വലിയ സമര കേന്ദ്രമായിരുന്നത് കൊണ്ട് സമര നേതാക്കളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി പാണ്ടിക്കാട് ഒരു ഗൂർഖ പട്ടാള ക്യാമ്പ് തന്നെ തുറന്നു. ഇന്ന് നമ്മള് പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, പുതിയ സ്റ്റാൻഡ്, അതിന്റെ പുറത്ത് പഴയ സ്റ്റാൻഡ് നിൽക്കുന്ന ഭാഗത്ത് പണ്ടത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ടെക്സ്റ്റൈൽസ് ഒക്കെ ഉണ്ട് തോന്നുന്നു ആ ഭാഗത്ത്. പിന്നെ നമ്മളെ പഞ്ചായത്ത് ഓഫീസൊക്കെ നിൽക്കുന്ന ആ ഭാഗത്താണ് അന്ന് ചന്തപ്പുര ഉണ്ടായിരുന്നത്. ആ ചന്തപ്പുരയിലാണ് ഗൂർഖ പട്ടാളം ക്യാമ്പ് ചെയ്യുന്നത്. 2000-ഓളം ഗൂർഖ പട്ടാളം എന്ന് പറഞ്ഞാൽ കുക്രി എന്ന് പറഞ്ഞൊരു ആയുധം ഉണ്ടായിരുന്നു അവരുടെ കയ്യില്. അത് വെച്ച് കഴുത്തറുത്ത് കൊല്ലുക ചെയ്യുക ആളുകളെ. അതിങ്ങനെ വെച്ച് കഴുത്തിലെ വലിച്ചാൽ കഴുത്ത് ഞരമ്പ് പൊട്ടിയ ആളുകൾ അതിക്രൂരമായി മനുഷ്യരെ കൊല്ലുന്നതിന് ഒരു ആനന്ദം കണ്ടെത്തിയിരുന്ന സാഡിസ്റ്റുകളായിരുന്നു ഗൂർഖകൾ. ഈ ഗൂർഖകളെയാണ് ഈ പാണ്ടിക്കാട് ഈ ചന്തപ്പുരയില് ക്യാമ്പ് ചെയ്തിരുന്നത്. ചന്തപ്പുരയിൽ അവര് രാത്രി പകൽ ക്യാമ്പ് ചെയ്യണം, ഓരോ സ്ഥലങ്ങളിലെ ആക്രമണമൊക്കെ പ്ലാൻ ചെയ്യായിരുന്നു. ഇവരിവിടെ ക്യാമ്പ് ചെയ്ത അറിഞ്ഞ മലബാർ സമരത്തിലെ വാര്യമുള്ളടക്കമുള്ളവർ 1921 നവംബർ 14 ആ ഗൂർഖ, നവംബർ 13 രാത്രി തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ ഒക്കെ സംഘടിച്ചെത്തിയിരുന്നു. പക്ഷെ ഇവർക്കത് അറിയാൻ കഴിഞ്ഞില്ല. കരുവാരകുണ്ട്, നെമ്മിനി, എടയാറ്റൂർ, ഞാൻ നേരത്തെ പറഞ്ഞ വണ്ടൂര്, കാളികാൽ പ്രദേശങ്ങളിലൊക്കെ പാണ്ടിക്കാട് പല ഭാഗങ്ങളിൽ ആളുകൾ 1921 നവംബർ 13 ഇശാ നമസ്കാരത്തിന് ശേഷം തന്നെ വന്നെത്തുകയും അവർ 1921 നവംബർ 14 പുലർച്ചെ സുബൈയുടെ സമയം അവർ ഈ ഗൂർഖ റെജിമെന്റിനെ, ഈ 2000-ഓളം വരുന്ന ബ്രിട്ടീഷ് ഗൂർഖ പട്ടാളത്തെ ആക്രമിക്കുകയും അവര് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ആ ആക്രമണത്തിൽ കുറെ ഗൂർഖ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. പിന്നീട് പെട്ടെന്ന് അവർ ചാടി എഴുന്നേറ്റ് അവർ ആയുധ സജ്ജരാവുകയും അവര് തിരിച്ചടിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ആ ഒരു സംഭവത്തെയാണ് പാണ്ടിക്കാട് യുദ്ധം എന്ന് പറയുന്നത്. ഇന്നത്തെ പഴയ ബസ് സ്റ്റാൻഡിന്റെ, പഞ്ചായത്ത് ഓഫീസിന്റെ ഒക്കെ ഭാഗത്ത് ബ്രിട്ടീഷ് പട്ടാളമായിരുന്ന ഗൂർഖ റെജിമെന്റുമായി, 2000-ഓളം വരുന്ന ഗൂർഖ പട്ടാളവുമായി നമ്മുടെ നാട്ടിലെ ആളുകൾ നേരെ യുദ്ധം ചെയ്തത് സംഭവത്തെയാണ് പാണ്ടിക്കാട് യുദ്ധം എന്ന് പറയുന്നത്. ഈ യുദ്ധത്തോടുകൂടി അവർ ആകെ ഭയപ്പെട്ടു. പാണ്ടിക്കാട് യുദ്ധം ഖിലാഫത്ത് സമരത്തിന്റെ അവസാന കാലത്താണ് ഏറെക്കുറെ നടക്കുന്നത്. നവംബർ 14 ഈ യുദ്ധത്തോടുകൂടി ബ്രിട്ടീഷുകാർ ഏറെ പരിഭ്രാന്തരാവുകയും ഈ ഒളിപ്പോരാളികളും നേതാക്കന്മാരുമൊക്കെ വനാന്തരങ്ങളിലേക്ക് ഒളിപ്പോർ യുദ്ധമുറയുമായി പോവുകയും ചെയ്തതോടുകൂടി ബ്രിട്ടീഷുകാർ അവരെ ഒതുക്കാൻ ഏറെ പ്രയാസപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. പിന്നീട് കൂടുതൽ പട്ടാളത്തെ ഇറക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർ ഈ സമരത്തെ അടിച്ചമർത്തുന്ന കാഴ്ച പിന്നീട് ഉണ്ടാവുന്നത്. 1921 ഡിസംബർ അവസാനത്തോടുകൂടി പല ഭാഗങ്ങളായി ധാരാളം പട്ടാളക്കാരെ കൊണ്ടുവരികയും അവര് ഈ സമര പോരാളികളെ പലരെയും അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും വെടിവെച്ച് കൊല്ലുകയും നാട് കടത്തുകയും ചെയ്യും. അതിന്റെ അവസാനത്തിലാണ് ജനുവരിയിലെ പരേമുത്ത് കുഞ്ഞഹമ്മദ് ആലി മുസ്ലിയാർ അതിനിടയില് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തെ പിന്നീട് കോയമ്പത്തൂർ ജയിലിലേക്ക് മാറ്റി. കോയമ്പത്തൂർ ജയിലിൽ വെച്ചാണ് അദ്ദേഹം രക്തസാക്ഷ്യം വരിക്കുന്നത്. ആലി മുസ്ലിയാറെ അവിടെ അദ്ദേഹത്തിന്റെ മക്ബറയൊക്കെ അവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അടുത്ത കാലം വരെ അത് ഉണ്ടായിരുന്നു മേട്ടുപ്പാളയം റോഡിൽ. പക്ഷെ പിന്നീട് റോഡ് വികസനത്തിന്റെ ഭാഗമായി ആ മക്ബറയൊക്കെ പൊളിച്ചു നീക്കുകയും അതുമാത്രമല്ല പ്രദേശം മൊത്തത്തിൽ റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി ആ ചരിത്ര സ്മാരകം പിന്നീട് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ആലി മുസ്ലിയാരുടെ മക്ബറ ഉണ്ടായിരുന്നത് കോയമ്പത്തൂരിലെ മേട്ടുപ്പാളയം റോഡിലായിരുന്നു. അത് ഇപ്പോൾ അവിടെ ഇല്ല. അത് സിയാറത്തിനൊക്കെ ആളുകൾ ഇവിടെ ധാരാളമായി പോയിരുന്നു. ഇപ്പോൾ അതില്ല. എന്നാൽ വാര്യമുത്ത് കുഞ്ഞഹമ്മദ് ഈ അലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും അതുപോലെ തന്നെ വാര്യമുത്ത് കുഞ്ഞഹമ്മദ് കൂടെ ധീരമായി സമരത്തിൽ നിന്ന ആളുകളായിരുന്നു ഉണ്ണികൃഷ്ണൻ നമ്പീശനും നാരായണൻ നമ്പീശനും. അവർ പാണ്ടിക്കാട്ടുകാരായിരുന്നു. ആ ഉണ്ണികൃഷ്ണൻ നമ്പീശനും നാരായണൻ നമ്പീശനും ബ്രിട്ടീഷുകാർ അറസ്റ്റ് വാങ്ങിട്ടതിനെ തുടർന്ന് അവര് ഒളിവിൽ പോയി.
അവരെ പിന്നീട് കണ്ടിട്ടില്ല. അവര് ആ വലിയ സമ്പന്നരായിരുന്നു. അക്കാലത്ത് കാറും എസ്റ്റേറ്റും ഒക്കെ ഉണ്ടായിരുന്ന വലിയ പണക്കാരായിരുന്നു വളരാനുള്ള നമ്പീശന്മാര്. അപ്പോ ഈ പാണ്ഡ്യാട്ട് നമ്പീശന്മാരെന്ന് അവരെ പറയാം. അവരുടെ കുടുംബ പേരാണ് പാണ്ഡ്യാട്ട്. പാണ്ഡ്യാട്ട് നമ്പീശന്മാരായ ഉണ്ണികൃഷ്ണൻ നമ്പീശനും നാരായണ നമ്പീശനും വാര്യകുലത്തിന്റെ കൂടെ ഉറച്ചു നിന്ന പോരാളികളായിരുന്നു. അവരെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു കൊല്ലുമെന്നായപ്പോൾ അവര് ഒളിവിൽ പോവുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ആലി മുസ്ലിയാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹം പാണ്ടിക്കാട് പ്രദേശത്തുകാരനായിരുന്നു. അതുപോലെ പെരുന്തൽമണ്ണക്കാരനായിരുന്ന MP നാരായണ മേനോൻ, അദ്ദേഹം വാര്യംകുന്നത്തിന്റെ വലങ്കൈയായിരുന്നു. അദ്ദേഹം അവസാനം പിടിക്കപ്പെട്ടു. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ വലങ്കൈയായിരുന്ന MP നാരായണ മേനോൻ, അദ്ദേഹം വാര്യംകുന്നത്ത് തമ്മിൽ ഒരു ആത്മബന്ധം ഉണ്ടായിരുന്ന ആളുകളായിരുന്നു ഇവരാണ് MP നാരായണ മേനോനും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും. MP നാരായണ മേനോനെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടതിനെ തുടർന്ന് അദ്ദേഹം കള്ളിത്തുണിയും തൊപ്പിയും ധരിച്ചുകൊണ്ട് മാപ്പിള വേഷത്തിൽ പല ഖിലാഫത്ത് യോഗങ്ങളും സംസാരിച്ചിരുന്നതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പിന്നീട് MP നാരായണ മേനോനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ തിരൂർ വരെ റോഡിലൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോയി. അതുപോലെ തന്നെ ചെർപ്പളശ്ശേരിയിലെ ബ്രഹ്മദത്ത് നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പുസ്തകമുണ്ട്. നിങ്ങൾ ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് വായിക്കേണ്ട പുസ്തകമാണത്. ഖിലാഫത്ത് സ്മരണകൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ബ്രഹ്മദത്ത് നമ്പൂതിരിപ്പാട് എഴുതിയ പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവമാണ്. അപ്പോൾ അങ്ങനെ എല്ലാ പോരാളികളും ഓരോന്നോരോന്നായി നഷ്ടപ്പെടുന്നത് മനസ്സിലാക്കിയ വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദാജി കാളികാവ് മലയിലേക്ക്, കിഴക്കൻ ഏറനാട്ടിലെ ഈ പശ്ചിമഘട്ട മലനിരകളിലേക്ക് ഒളിത്താവളം മാറ്റുകയും ഒടുവിൽ ഒരു ചതിയിലൂടെ അദ്ദേഹത്തെ ബ്രിട്ടീഷ് പട്ടാളം വളയുകയും 1921 ജനുവരിയിൽ അദ്ദേഹത്തെ പട്ടാളം വളഞ്ഞ് പിന്നീട് മലപ്പുറത്തേക്ക് കൊണ്ടുപോവുകയും മലപ്പുറത്ത് കോട്ടക്കുന്ന് ഇന്നത്തെ പാർക്കൊക്കെ ഉള്ള അതിൻ്റെ വടക്കേ ചെരുവിൽ വെച്ച് അദ്ദേഹത്തെ ഒരു വിചാരണ പ്രഹസനം നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയുമാണ് ചെയ്തത്. അതോടുകൂടിയാണ് ഖിലാഫത്ത് സമരത്തിന്റെ ഒരവസാനം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ കണ്ട സ്വപ്നം പിന്നീട് യാഥാർത്ഥ്യമായി. 1921 അവർ കണ്ട സ്വപ്നം ബ്രിട്ടീഷുകാർ ഞങ്ങളുടെ മണ്ണ് വിട്ടു പോകണം, ഞങ്ങളുടെ മക്കൾക്കെങ്കിലും ഇവിടെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയണമെന്നുള്ളതായിരുന്നു. ആ സ്വപ്നം പിന്നീട് 25 വർഷം കൂടി കഴിഞ്ഞ് അത് യാഥാർത്ഥ്യമായെങ്കിലും ഈ രക്തസാക്ഷികൾ ആരും തന്നെ അതിന് സാക്ഷ്യം വഹിക്കാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ പാണ്ടിക്കാടിന്റെ മണ്ണിൽ നാരായണ നമ്പീശനും ഉണ്ണികൃഷ്ണൻ നമ്പീശനും MP നാരായണ മേനോനും ബ്രഹ്മദത്ത് നമ്പൂതിരിപ്പാടും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും ആലി മുസ്ലിയാരും ചെമ്പ്രശ്ശേരി തങ്ങളും ഒക്കെ കൂടി നടത്തിയ ധീരോദാത്തമായ പോരാട്ടങ്ങളുടെ ഒടുവിലാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സൗകര്യങ്ങളും സുഖങ്ങളും ഒക്കെ ലഭിച്ചത്. അവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയവരായിരുന്നു. സ്വരാജ്യ സ്നേഹം മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നതായിരുന്നു അവരിതിന് പ്രചോദിപ്പിച്ച കാരണം എന്നുകൂടി നിങ്ങളോട് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് ഒരു 10 മിനിറ്റ് സമയം നാം കൊടുക്കാനുള്ള 5-10 മിനിറ്റ് സമയമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ, ചരിത്ര വിദ്യാർത്ഥികളുടെ രീതിയിൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാവുന്നതാണ് എന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.